സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, സം ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 2 to 1. എന്താണ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്, നിങ്ങൾ സൈഡിൽ ഒരു സ്ക്വയർ വരച്ചോളൂ. ഇതൊരു സ്ക്വയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു സ്ക്വയർ വരക്കുക. ഒരു സ്ക്വയർ വരക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ് കേട്ടോ. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് അറിയൂല, നമ്മൾ എന്തെടുക്കുക? എക്സ്. സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് അറിയൂല, എല്ലാ സൈഡും എന്തുകൊണ്ടാണ് എക്സ് ആയത്? എല്ലാ സൈഡും ഈക്വൽ ആണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്ലസ് ചെയ്യേണ്ടത്? പെരിമീറ്ററും ഏരിയയും. നിങ്ങളൊന്ന് പറഞ്ഞ അതിന്റെ പെരിമീറ്റർ എങ്ങനെ കാണുക? എല്ലാ സൈഡും ആഡ് ചെയ്താലാണ് പെരിമീറ്റർ കിട്ടുക അല്ലേ? 4x അല്ലേ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. എത്ര എക്സ് ഉണ്ട്? 4x. പെരിമീറ്റർ കാണാൻ വെരി ഈസിയാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞ് എങ്ങനെ പെരിമീറ്റർ 4x വന്നെന്ന് മനസ്സിലായോ മക്കളെ? പെരിമീറ്റർ എന്ന് പറഞ്ഞാല് ആഡിങ് ഓൾ സൈഡ്സ്, എല്ലാ സൈഡ്സും ആഡ് ചെയ്യണേനാണ് എന്ത് പറയുന്നത്? പെരിമീറ്റർ. എങ്ങനെയാണ് ഇതിന്റെ ഏരിയ കാണുക? ഏരിയ എങ്ങനെ കാണുക? സൈഡ് സ്ക്വയർ അല്ലേ? അല്ലടാ, ഏരിയ എങ്ങനെയാണ് കാണുക? സൈഡ് സ്ക്വയർ. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. ഏതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞത്? ഏരിയയും ഏരിയയും പെരിമീറ്ററും കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? ഏരിയയും പെരിമീറ്ററും കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 2 to 1 അല്ലടാ, മനസ്സിലായോ? പൊന്നു മക്കളെ, വാട്ട് ഈസ് ഏരിയ? ഏരിയ എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? ഏരിയ എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ. മനസ്സിലായോ? പെരിമീറ്റർ എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 4x. എടാ, ഇതെന്ത് മെത്തേഡ് വെച്ചിട്ടാ സോൾവ് ചെയ്യാ? കണ്ടോ, എല്ലാ ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിലെ മൊത്തം ക്വസ്റ്റ്യൻ എന്തിലേക്കാ പോകുന്നത്? ആകെ ഈ ചാപ്റ്ററിൽ എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ? സ്ക്വയർ കംപ്ലീഷൻ. ഇത് സ്ക്വയർ കംപ്ലീഷൻ വെച്ച് സോൾവ് ചെയ്യാണ് വേണ്ടത്. ഇത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക? സ്ക്വയർ കംപ്ലീഷൻ. മക്കളെ, ഇത് സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സ്ക്വയർ കംപ്ലീഷൻ നിങ്ങൾ ഫുള്ളാക്കി എഴുതിക്കോളൂ. സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ വെച്ച് സോൾവ് ചെയ്യാന്ന് ഓർമ്മ ഉണ്ടോ? രണ്ട് സൈഡിലും എന്താണ് ആഡ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും എന്തോ ഒന്ന് ആഡ് ചെയ്യണം. ഏത് നമ്പറാണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും എന്താണ് ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് 4. 4ന്റെ ഹാഫ് എത്രയാണ്? 2. അപ്പൊ ഇവിടെ 2 സ്ക്വയർ. മറ്റേ സൈഡിൽ 2 സ്ക്വയർ എത്രയാണ്? 4. ഇനി വേഗം ചെയ്തോക്ക്, വേഗം ചെയ്തോക്ക്. എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 to 1 പ്ലസ് 4. 2 to 5 അല്ലെ? ഇവിടെ സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്ത് വരും? സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്ത് വരും? റൂട്ട് വരും. എന്താണ് ആ റൂട്ട് 2 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 15 അല്ലെ? ഇതെന്താ, എങ്ങനെ എക്സ് ആണ്? 50 മൈനസ് 2. ആൻസർ എത്ര കിട്ടുക? 13. നിങ്ങളോട് ചോദിച്ചത് ഇത് കണ്ടുപിടിക്കാനാണ്. എ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സ്റ്റെപ്പാണ് എ ക്വസ്റ്റ്യൻ. ഇതിന്റെ ലെങ്ത് എന്താണെന്നാണ് ബി ക്വസ്റ്റ്യൻ. ലെങ്ത് എത്ര കിട്ടിയത്? എത്രയാണ് കിട്ടിയത്? ബി ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറടാ. സൈഡ് എത്രയാണ്? എത്ര കിട്ടിയത്? 13. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, സൈഡ് 13 ആണെങ്കിൽ ഇതിന്റെ ഏരിയ ഒന്ന് വേഗം കണ്ടുപിടിച്ചാ ഏരിയ എങ്ങനെ കിട്ടുക? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? സൈഡ് സ്ക്വയർ. സൈഡ് 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? 13 സ്ക്വയർ. എത്ര 13 സ്ക്വയർ? 169. വെരി സിമ്പിൾ ആണ്. ആകെ പഠിക്കാനുള്ളത് ഒരു സ്ക്വയർ കംപ്ലീഷൻ മാത്രമാണ്. വേഗം അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക.